SSF ലഹരി വിരുദ്ധ സമരം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വളാഞ്ചേരി ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ 29-ന് വളാഞ്ചേരി കാവുംപുറത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയും നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കേവലം പദ്ധതികളായി പരിണമിക്കുകയും ചെയ്തപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട അധികാരിവർഗത്തോട് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ജനുവരിയിൽ ആരംഭിച്ച ലഹരി വിരുദ്ധ സമര ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലഹരി ഉപയോഗത്തെ സമൂഹത്തിൽ സാമാന്യവൽക്കരിക്കുകയും പുതിയ ജനറേഷൻ കൈവിട്ടുപോയി എന്ന മനോഭാവം വളർത്തിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ SSF വിദ്യാർത്ഥികളിലെ ശരികളെ തിരിച്ചറിയുന്നു, ആ ശരികളെ ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിൽ രണ്ടാം ഘട്ട ക്യാമ്പയിനിലേക്ക് SSF പ്രവേശിക്കുകയാണ്. ശരികൾ ഏറെയുള്ള സമൂഹത്തിൽ അവയെ ആഘോഷിക്കാനും ചിലരിൽ സ്വാഭാവികമായും രൂപപ്പെടുന്ന അധാർമിക പ്രവണതകളെ ശാസ്ത്രീയമായി പ്രതിരോധിക്കാനും വിദ്യാർത്ഥികളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കാലത്ത് SSF ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി യൂണിറ്റ് ഘടകങ്ങളിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ക്യാമ്പുകളും സമൂഹ ബോധവൽക്കരണവും ചർച്ചാ സംഗമങ്ങളും സെക്ടർ ഘടകങ്ങളിൽ വിദ്യാർത്ഥികളുടെ കൂട്ടുയോട്ടവും വിദ്യാർത്ഥി സംഗമങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ശരികളുടെ ആഘോഷം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് SSF നടത്തുന്ന സമര ക്യാമ്പയിന്റെ ഭാഗമായി വളാഞ്ചേരി ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ഏപ്രിൽ 29-ന് കാവുംപുറത്ത് വെച്ച് നടക്കും. വൈകിട്ട് 5 മണിക്ക് കരിങ്കലത്താണയിൽ നിന്ന് വിദ്യാർത്ഥി റാലി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ഡിവിഷൻ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ PSK ദാരിമി എടയൂർ ഉദ്ഘാടനം ചെയ്യും. SSF ഇന്ത്യ സെക്രട്ടറി നജിമുദ്ദീൻ ഐക്കരപ്പടി, SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അനസ് നുസ്രി വേങ്ങര എന്നിവർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. അബ്ദുസലാം അഹ്സനി, മുഹമ്മദ് അലി മാസ്റ്റർ, ഷിഹാബ് സഈദി, കുഞ്ഞീദു മാസ്റ്റർ, ഗഫൂർ മാസ്റ്റർ, ഫൈസൽ അഹ്സനി, സലാഹുദ്ദീൻ സക്കാഫി, അബ്ദുൽ വഹാബ് സക്കാഫി എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ SSF വളാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് സലാഹുദ്ദീൻ സക്കാഫി, ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് അലി കരേകാട്, SSF വളാഞ്ചേരി ഡിവിഷൻ സെക്രട്ടറി മുഹമ്മദ് റാഷിദ് സക്കാഫി, ഹർഷദ് പുറമണ്ണൂർ എന്നിവർ സംബന്ധിച്ചു. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതിലപ്പുറം SSFന്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ധാർമ്മിക മൂല്യമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ രാജ്യത്തിന് സമർപ്പിക്കുക എന്നതാണ് SSF മുന്നോട്ട് വെക്കുന്ന ആശയം. ആ അർത്ഥത്തിൽ തന്നെ 53 വർഷത്തോളമായി മൂല്യമുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് SSF. പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ട വിദ്യാർത്ഥി സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ SSF പഞ്ചായത്ത് തലങ്ങളിലും ജില്ലാതലത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചും നടത്തി. അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനമെന്നാണ് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന ശീർഷകത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്.